ലബു ഒരു പാട്ട് പാടിയേ. ഞാൻ പാട്ട് പാടുന്നു. ലാസി നമുക്ക് ലബുവിന്റെ പാട്ട് കേൾക്കാം. ഞാൻ പാട്ട് പാടുന്നതിന് ഇപ്പൊ ഒരു കഥ. എന്ത് കഥ ഇപ്പൊ പറയാ? കഥ പറയണ്ട ലാസി, കഥയാ? ആ ഉപ്പൊക്കെ കൊറേ കഥ അറിയില്ല, അതിലേതെങ്കിലും ഒരു കഥ പറ. ആ എന്നൊരു കഥ പറയാ അല്ലേ? ഇത് നമ്മൾ ഇരിക്കൂറിൽ നടന്ന കഥയാണ് കേട്ടാ. എന്റെ ഉപ്പയില്ലേ എന്നോട് പറഞ്ഞു തന്ന കഥയാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളെ നാട്ടിൽ നിന്ന് പണ്ടൊരാള് വൈകുന്നേരം ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കലാണ്. അപ്പൊ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഒരാൾക്കൂട്ടം കണ്ട്. അയാൾ എന്താ വിചാരിച്ചിട്ട് ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോ വലിയൊരു ക്യൂ. ആ ക്യൂവിൽ എന്താന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ല ഒരു വലിയൊരു ഉസ്താദിനെ പോലത്തെ ഒരാള് ഇങ്ങനെ എല്ലാവർക്കും ഉറുക്ക് മന്ത്രിച്ചു കൊടുക്കുന്നത്. ഉറുക്കറിയോ എന്നൊക്കെ അറിയില്ല. അതായത് പണ്ട് കാലത്ത് ഇങ്ങനെ മന്ത്രിച്ചിട്ട് കെട്ടുന്ന ഒരു സംഭവമാണ്. ചരടുമലെല്ലാം കോർത്ത് കെട്ടുന്ന, അരയിലും കയ്യിലെല്ലാം കെട്ടുന്ന സാധനമാണ് ഉറുക്ക് എന്ന് പറയുന്നത്. അത് ഉറുക്ക് മന്ത്രിച്ചു കൊടുക്കുന്നത്. എന്തിനാ ഈ ഉറുക്കിന്റെ പ്രത്യേകത എന്നറിയോ? ഉറുക്ക് ഈ പല വിഷമങ്ങളും പറഞ്ഞു പിന്നെ ആൾക്കാരോട് പോയി പറഞ്ഞു കഴിഞ്ഞാല് അവര് മന്ത്രിച്ച് ഊതിയിട്ട് കെട്ടിക്കൊടുക്കുന്നതാണ് ഉറുക്ക്. അങ്ങനെ ഇയാള് കുറെ സമയം ക്യൂവിൽ നിന്ന് അങ്ങനെ ഓരോരാൾക്ക് ഉസ്താദ് ഉറുക്ക് കൊടുക്കുന്ന ഇങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം ഇയാളുടെ ഊഴൊത്തി. അങ്ങനെ ഉസ്താദിനോട് കുറെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്നിട്ടില്ല ഉസ്താദ് ഇയാൾക്ക് ഒരു ഉറുക്ക് മന്ത്രിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ് ഈ ഉറുക്ക് ഒരിക്കലും നീ തുറന്നു നോക്കരുത്. സാധാരണ ഉറുക്കിന്റെ ഉള്ളിൽ എന്തെങ്കിലും പിന്നെ കടലാസെല്ലാം വെച്ചിട്ടുണ്ടാവും, എന്താ എഴുതിയിട്ടെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇതൊരിക്കലും നീ തുറന്നു നോക്കരുത്, വീട്ടിലെത്തുന്നത് വരെ നീ തുറന്നു നോക്കരുത്. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ ചരടിയിൽ കോർത്തിട്ട് എന്ത് ചെയ്യണം, അരയിൽ കെട്ടണം എന്ന് പറഞ്ഞു. അരക്ക് കെട്ടണം. അങ്ങനെ ഇയാൾ പറഞ്ഞു ഒരിക്കലും ഞാൻ തുറന്നു നോക്കൂല എന്ന് പറഞ്ഞിട്ട് ഇയാള് ഉറുക്ക് കൊടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് ഉറുക്കും വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോക്കാണ്. നടന്നു പോകുമ്പോ ഇയാള് ചിന്തിക്കാണ്, നല്ല ഉസ്താദ് എനിക്ക് എന്റെ വിഷമങ്ങളെല്ലാം പറയുമ്പോ ഉറുക്ക് മന്ത്രിച്ചാന്നില്ലേ, ഇതെന്തായിരിക്കും ഈ ഉറുക്കിന്റെ അകത്ത് ഉണ്ടാകുക, ഇതൊന്ന് തുറന്നു നോക്കരുന്നല്ല പറഞ്ഞിന്, വെറുതെ ഒന്ന് തുറന്നു നോക്കിയാലോ, ചിലപ്പോ എന്താ അത് കാണാല, എന്താ എഴുതിന്നല്ല കാണാലാന്ന് വിചാരിച്ചു. അങ്ങനെ ഇയാൾ പറഞ്ഞു വേണ്ട, അപ്പൊ അഥവാ തുറന്നു നോക്കിയാൽ ഉസ്താദിന് ഇഷ്ടപ്പെടൂല എന്നുള്ള രീതി. എന്നാലും ഇയാളെ മനസ്സിൽ ഭയങ്കര ഒരു ഇത് അല്ലെ, തുറന്നു നോക്കാൻ വേണ്ടിട്ട് അയാള് വഴിക്ക് വെച്ചിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തില്ലേ ഈ ഉറുക്ക് ഇങ്ങനെ തുറന്നു നോക്കി. തുറന്നിട്ട് അതിലുള്ള കടലാസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഒരു കാലി കടലാസ്, വെള്ള കടലാസ് മാത്രം, അതില് ഒന്നും എഴുതിയിട്ടില്ല, കാലി കടലാസ്. ഇയാള് വിചാരിച്ചു പഠിച്ചോനെ ഇത് ഉസ്താദ് തന്നത് മാറിപ്പോയാ, അല്ലെങ്കിൽ ഇതിൽ എഴുതാൻ വിട്ടുപോയാ, സാധാരണ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകില്ല, ഇതൊന്നും എഴുതിയിട്ടില്ല, എന്തെങ്കിലും വിട്ടുപോയാ, ഉസ്താദ് മറന്നുപോയി, ഉസ്താദിനെ എന്നെ തിരിച്ചട കൊടുത്തിട്ട് പറഞ്ഞാലോ ഇത് ഉറുക്കിങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല എന്നൊന്ന്. അങ്ങനെ അയാൾ വീണ്ടും വീട്ടിലേക്ക് പോവാതെ തിരിച്ച് എടുത്തിരുന്ന ഈ ടൗണിലേക്ക് തന്നെ, ഇരിക്കൂർ ടൗണിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് കുറേ സമയം ക്യൂ നിന്ന് വീണ്ടും, എന്നിട്ട് പിന്നെ ക്യൂ നിന്നിട്ട് കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം വീണ്ടും ഇയാൾ എന്തായി ഉസ്താദിന്റെ അടുത്തേക്ക് എത്തി. ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് തന്ന ഉറുക്കിലൊന്നും എഴുതിയിട്ടില്ല, കാലിയാണ്, ഞാൻ തുറന്നു നോക്കി, ഉസ്താദ് പറഞ്ഞു തുറന്നു നോക്കരുത്, എന്നാലും തുറന്നു നോക്കിയല്ല മനസ്സിലായി ഇതിലൊന്നുമില്ല, കാലിയാണ്, ഉസ്താദ് എഴുതാൻ വിട്ടുപോയതാന്ന് തോന്നുന്നു, ഒന്നും കൂടി എഴുതിത്തരോ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു അതെയാ അതിലൊന്നും എഴുതിയിട്ടില്ല എന്നും കൊണ്ടാ. എന്നിട്ട് ഉസ്താദ് മേടിച്ച് എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു നീ അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നതാണ്. അങ്ങനെ അയാൾ മാറിയെന്ന് ഉസ്താദ് എല്ലാവരും ഉറുക്ക് മന്ത്രിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയാളെ വിളിച്ചു, വാ നിങ്ങൾ വാതാണ് എന്നിട്ട് പറഞ്ഞ് ആ ഉറുക്ക് അയാളെ കൈമ തന്നെ, പഴയ ഉറുക്ക് അയാളെ കൈമ തന്നെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ആ ആടിനെ കണ്ട, ആടുള്ള ആ ആടില്ലേ, ആ ആടിനെ ഇങ്ങോട്ട് കൂട്ടി വന്നു പറഞ്ഞു. അപ്പൊ അയാളെ ഒരു തെങ്ങുമ്മേൽ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്, ആ ആടിനെ കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, നിന്റെ ഉറുക്കില്ലേ ആ ഒരു ചരടുമ കെട്ടിയിട്ട് ഈ ആടിന്റെ കെഴുത്തി കെട്ടുന്നതാണ്. അങ്ങനെ ആടിന്റെ കെഴുത്തി കെട്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ് ആ തെങ്ങിനോട് തന്നെ കൊണ്ടുപോയിട്ട് ആ ആടിനെ കെട്ടുന്നതാണ്. അങ്ങനെ ഉറുക്ക് കെട്ടിയ ആടിനെ ആ തെങ്ങിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും കെട്ടി. എന്നിട്ട് ആടെക്കുന്ന ആളോടെല്ലാം പറഞ്ഞു നിങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് ഈ ആടിനെ കല്ലെടുത്തിട്ട് എറിയെന്ന് പറഞ്ഞു. വലിയ കല്ലെടുത്തിട്ട് നാട്ടുകാരെല്ലാം പറഞ്ഞു ആട് ചത്തുപോലെ എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു ഇല്ല നിങ്ങൾ എറി, ഞാനല്ല പറയുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാം വട്ടത്തിൽ നിന്നിട്ട് ഈ ആടിനെ കല്ലെടുത്തിട്ട് എറിയാൻ തുടങ്ങി. ആടിന്റെ തലിന്റെ ഇപ്പുറത്തുവിട്ട് ഇതിലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, കല്ല് പോകുന്നല്ലാണ്ട് ഒരു കല്ലും ആടിന്റെ ശരീരത്തിൽ കൊള്ളുന്നില്ല, മേക്ക് കൊള്ളുന്നില്ല, ഇതിലൂടെ എല്ലാം പോവുകയാണ് കല്ല്, ഒറ്റ കല്ല് ഈ ശരീരത്തിൽ കൊള്ളുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി. കാരണം ഈ ഉറുക്കിന്റെ
ഫലം കണ്ട ആടിനൊറ്റ കല്ലുകളൊന്നുമില്ല. ഇയാൾ പറഞ്ഞു ഉസ്താദേ എനക്കായി ഉറുക്കന്നെ വേണോ, എനക്കായി ഉറുക്കന്നെ വളർത്തുകയാണല്ലോ. ഉസ്താദ് പറഞ്ഞു എനിക്ക് വേണം. ആ എന്നാ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് ആ ഉസ്താദ് ആ ഉറുക്ക് അയാൾക്ക് തന്നെ കൊടുത്ത്. അയാൾ ആ ഉറുക്ക് രണ്ടാമത് ഉസ്താദിനോട് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. ആടിന്റെ മേത്ത് കല്ല് കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉറുക്കിന്റെ ഫലമായിരിക്കും. അതുകൊണ്ടല്ല ആ ഉറുക്കിന് ഫലം ഉണ്ടെന്ന് പറഞ്ഞ് അതല്ല അയാൾ തിരിച്ചു മേടിച്ചേ, മനസ്സിലായ? അങ്ങനെ ആ ഉറുക്ക് മേടിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് അങ്ങ് നടന്ന് കുറേ അങ്ങത്തിൽ വീടിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ ഭാര്യ ഇങ്ങനെ അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്. അപ്പം ഭാര്യ പറഞ്ഞല്ല നിങ്ങൾ കുറേ സമയമായല്ല ഇരിക്കൂർ ടൗണിൽ പോയിട്ട് ഞാനിങ്ങനെ കാത്തു നിൽക്കുകയും നിങ്ങളെ കാണാഞ്ഞിട്ട് സാധനമൊന്നും മേടിച്ചിട്ടില്ലേ? സാധനമൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ ഒരു സംഭവം ഉണ്ടായി. അത് പിന്നെ എന്താ സംഭവം? അത് അവിടെ വരുമ്പോൾ ടൗണിൽ ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉസ്താദ് ഉറുക്ക് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എന്താക്കി ആ ഉറുക്ക് മന്ത്രിച്ചിട്ട് മേടിച്ചിട്ട് ഉറുക്ക് കിട്ടി. ഞാനിട്ട് എടുത്തു, ഇതാ എൻ്റെ കയ്യിലുണ്ട്. ആ എന്താ ഈ ഉറുക്ക്? അത് ഞാൻ കാണിച്ചറിയാം. ഇതിൻ്റെ ഫലം അറിയണമെങ്കിൽ ചില്ലറ ഫലമുള്ള ഉറുക്കൊന്നല്ല, ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള ഉറുക്ക. നീ ഒരു കാര്യം, നമ്മളെ പശുവിൻ്റെ കുട്ടിയില്ലേ, പശുവിൻ്റെ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. അതെന്തിനാ? നീ ഇന്ന് കൂട്ടിയിട്ട് വാ, പശുവിൻ്റെ കുട്ടീനും കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്താക്കി ആ പശുവിൻ്റെ കുട്ടീനും കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് പശുവിനെ കുട്ടീനെ കൂട്ടിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ് ആ മാവുമല ഇതിനെ കെട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ ആ പശുക്കുട്ടീനെ ആ മാവുമ കെട്ടി. എന്നിട്ട് പറഞ്ഞ് ഈ ഉറുക്കില്ലേ, ഈ ഉറുക്ക് അതിൻ്റെ കെത്തി കെട്ടുമെന്ന് പറഞ്ഞു. ആ പശുക്കുട്ടീൻ്റെ കെത്തി കെട്ടുമെന്ന് പറഞ്ഞു. അതെന്തിനാ ഈ ഉറുക്ക് പശുക്കുട്ടി കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേ? അതൊന്നുമല്ല, നീ ആദ്യം അത് കെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്താക്കി പശുക്കുട്ടീൻ്റെ കെത്തിലായി ഉറുക്ക് കെട്ടി. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? ഉറുക്ക് കെട്ടി. എന്നിട്ട് പറഞ്ഞ് അപ്പം നീ ഒരു കല്ലെടുത്തിട്ട്, വലിയ കല്ലെടുത്തിട്ട് ആ പശുക്കുട്ടീനെ എറിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞ് ചത്തുപോകൂലേ? ഇല്ല അതൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞുതരാം, നീ എറി, ഒരു കല്ലെടുത്തിട്ട് എറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്താക്കി ഒരു വലിയ കല്ലെടുത്തിട്ടില്ലേ പശുക്കുട്ടീൻ്റെ തലയിലേക്ക് ഒറ്റേറ്. പശു അതാ ഒരൊറ്റ വീഴ്ചയാണ്, തല പൊട്ടിയിട്ട് പശു ചത്തുപോയി. പശു ചത്തുപോയി. അപ്പാട് പിന്നെ ഓളെ അവസ്ഥ പറയാണ്ട. ഈ പെണ്ണുങ്ങൾ ഇയാളൊരു നോട്ടോ, നിങ്ങളെ അവസാനത്ത് ഉറുക്കും കൊണ്ടായിട്ടല്ല പശുക്കുട്ടി ചത്തുപോയില്ലേ മനുഷ്യൻ, നിങ്ങളെ ഞാൻ കൊല്ലാണ്ട് വിടൂല. അയാൾ ഒരൊറ്റ ഓട്ടോടിന് പിന്നെ അയാൾ ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയുന്നു. കഥ മനസ്സിലായ? ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായേ നീ പറഞ്ഞ? അതെ, എന്തുകൊണ്ടാ കൊല്ല? അതായത് ഇതൊരു തമാശ കഥയാണ്. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ തമാശ കഥയാണ് ഇത്. ഒരുപാട് പിന്നെന്താ പറയാ കറാമത്തുകൾ കാര്യങ്ങളിൽ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇതൊരു തമാശ രീതിയിൽ പറയുന്നതാണ്. ഇതൊരു നല്ല തമാശ കഥയായിട്ട് എടുക്കാവൂ കേട്ടാ. എന്തേ നടന്നതാന്നാ? ഈ നടന്ന കഥയാണോ അല്ല നടക്കാത്ത കഥയാണോ എന്നല്ല. ചെറുപ്പത്തിൽ ഇന്ത്യയിലും പ്രായത്തിലാവുമ്പോൾ എൻ്റെ ഉപ്പ എനിക്ക് പറഞ്ഞാൽ കഥയായത്. ഇത് നടക്കുന്നതാണോ നടക്കാത്ത കഥയാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു രസമുള്ള കഥ, അന്നേരം ഞാൻ ചെറുപ്പത്തിൽ കേട്ട കഥയാണ്. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. എനിക്ക് കഥകൾ കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ കഥ പറയാം സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടാ. ഇതുപോലത്തെ ഒരുപാട് കഥകളുണ്ട് ഉപ്പാക്ക് അറിയുന്നേ. 1001 രാവുകൾ എന്ന് കേട്ടിട്ടുണ്ടാ? 1018. അതായത് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെട്ട ഒരു കൃതിയാണ് എന്ത് 1001 രാവുകൾ എന്ന് പറയപ്പെടുന്നത്. അറബികളുടെ സംഭാവന, ലോകത്ത് അറബികളുടെ സംഭാവന എന്ന് അറിയപ്പെടുന്ന കൃതിയാണ്. അതിലുള്ള ഒരുപാട് കഥകളുണ്ട്. എനിക്ക് കേൾക്കണ്ടേ? നമുക്ക് സമയം പോലെ നമുക്ക് ആ 1001 രാവുകളിലെ കുറേശ്ശെ ആയിട്ടുള്ള കഥകൾ പറയാം. അതിനെന്താ വേണ്ടേ? ഇതുപോലത്തെ കഥകൾ കേൾക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്കും ചെയ്യൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ഗൈസ്.